കണ്ണൂർ കേന്ദ്രീകരിച്ച് ആരോഗ്യ മാഫിയ പ്രവർത്തിച്ചു വരികയാണെന്നും രോഗികളെ ചൂഷണം ചെയ്യുന്ന വൻകിട ആശുപത്രികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാഹുൽ കായക്കൽ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തി കൊണ്ടുള്ള സ്വകാര്യ ആശുപത്രി ലോബിയെ സഹായിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെയും ദുരവസ്ഥ ഇതിന് തെളിവാണ്. ഇവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരില്ല. വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉപയോഗ്യമല്ലാതെ നശിക്കുകയാണ്. കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 വൻകിട ആശുപത്രികളിൽ ബ്ലേഡ് കമ്പനികളെ പോലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. മാലിന്യ സംസ്കരണ സംവിധാനം പോലും ഇവിടെയില്ല. ഇവിടെ എത്തുന്നവരെ രോഗികളാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരം പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായി 9746 78 46 71 എന്ന ഹെൽപ്പ് നമ്പർ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൽ പൊതുജനങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെടാമെന്ന് രാഹുൽ കായക്കൽ പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MP രാജേഷ്, ഷിബു ഫെർണാണ്ടസ്, ദീപക് കൃഷ്ണ, മുഹമ്മദ് ഷിബിൻ എന്നിവരും പങ്കെടുത്തു. അടിയന്തര സർജറികൾ അടക്കം വേണ്ട രോഗികൾക്ക് സർജറികൾ മാറ്റി വെച്ച് ദിവസങ്ങൾ നീക്കിവെച്ച് രോഗികളെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്ക് മറ്റ് വഴികളൊന്നുമില്ലാതെ സ്വകാര്യ ആശുപത്രികളുടെ സേവനം തേടേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, അതിന് സർക്കാരിൻ്റെ എല്ലാവിധ ഒത്താശയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര രോഗങ്ങൾക്ക് പോലും ഒരു ചെറിയ കുട്ടിക്ക് ഒരു പനി വന്നാൽ നമുക്ക് 25,000 രൂപ പോലും പിടിച്ചു വാങ്ങിയ സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അപകടത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ നമുക്ക് സാധിക്കും. ആശുപത്രി കേന്ദ്രീകരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പല ആശുപത്രികളും വൻകിട ആശുപത്രികൾ കേന്ദ്രീകരിച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സ്വർണ്ണപ്പണയ വായ്പ പോലും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൊള്ള സംഘമായി ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് മാറുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് ഞങ്ങൾ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞങ്ങൾ അതിൻ്റെ ആഴത്തിൽ ഇറങ്ങി പരിശോധന നടത്തി മനസ്സിലാക്കി ഇത് ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രവർത്തിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പല ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഓരോ ഹോസ്പിറ്റലിനും അതിൻ്റെ രോഗികളുടെയും അതിൻ്റെ ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേണ്ട മാലിന്യ പ്ലാന്റുകളുടെ കാര്യമടക്കം നിർദ്ദേശിച്ച രൂപത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. മാലിന്യ സംസ്കരണം പരാജയപ്പെടുന്നു. പലപ്പോഴും ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ പുറന്തള്ളുമ്പോൾ അത് പിടിക്കാനുള്ള നെട്ടോട്ടത്തിൽ നാട്ടുകാരും ഇവിടെ ഈ പ്രദേശത്താണെങ്കിൽ കോർപ്പറേഷൻ അടക്കം അതിൻ്റെ പിറകെ ഓടേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ വളർന്നു വരുന്നുണ്ട്. അവരെയൊക്കെ നോക്കി വിരൽ ചൂണ്ടാൻ തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ, അത്തരക്കാരെ നിലക്ക് നിർത്താൻ ഈ സർക്കാർ തയ്യാറാവാത്തതിൻ്റെ ഒരു കാരണം വലിയ ഒരു അഴിമതി ഇവിടെ ആസൂത്രണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങളെ രോഗികളാക്കി കോടികൾ കൊയ്യുന്ന ഒരു പുതിയ മാനേജ്മെന്റ് തന്ത്രം അത് കണ്ണൂരിൽ പ്രാവർത്തികമാകാൻ ശ്രമിക്കുമ്പോൾ പല ഹോസ്പിറ്റലുകളും ഈ രോഗം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി മാറുകയാണ്. കാരണം ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കാൻ അവർക്ക് വേണ്ട വിധത്തിൽ സാധിക്കാത്ത പക്ഷം അത് വളരെ
ഒരു രോഗവ്യാപനം വളരുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടാകും. നമുക്കൊക്കെ അറിയാം, ഞാനും നിങ്ങളുമൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളാണ്. കുറച്ച് കാലങ്ങളായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ടീം ഞങ്ങളെ സമീപിച്ച് അവിടെ തന്നെ ഞങ്ങളെ നിർബന്ധിച്ച് ചെറിയ രോഗങ്ങൾക്ക് പോലും നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നിർബന്ധമായും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ പോകുന്നത് എന്ന് രേഖാമൂലം എഴുതി കൊടുത്താൽ മാത്രമേ പോവാൻ സാധിക്കൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ചെറിയ രോഗങ്ങൾക്ക് പോലും ആളുകളെ ഭയപ്പെടുത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ആശങ്ക, ഇത്തരത്തിൽ സമൂഹത്തിൽ ആശങ്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ 2 നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അകറ്റുന്നതിന് ശക്തമായ പ്രത്യക്ഷ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ നേരിൽ കാണാൻ ഞങ്ങൾ ഇന്ന് തയ്യാറായത്. ഇതിനൊക്കെ നിങ്ങളുടെയും കൂടി സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരുപാട് ദൂരേക്ക് ജനങ്ങളുടെ നന്മ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ.